SFIയുമായി ബന്ധപ്പെട്ട് SFIയുടെ യൂണിയൻ്റെ ഭാഗമായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് 90 ഗ്രാം എങ്ങാനും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളത് ഉപയോഗിക്കുന്നതല്ല, അങ്ങനെ അതുമായി യാതൊരു ബന്ധമില്ല എന്ന് അവിടുത്തെ അധ്യാപകരും മറ്റൊക്കെ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അതിലൊരു ജാഗ്രത കുറവുണ്ട്. ആ റൂമിൽ നിന്ന് ഇങ്ങനെയൊരു ലഹരി പിടിക്കപ്പെടുക എന്നുള്ളത് SFI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞങ്ങൾക്കുള്ള ഒരു വിമർശനം, കേരളത്തിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. 8 മണിക്ക് ആദ്യമായി എൻ്റെ അടുത്തു നിന്ന് പ്രസ്താവന വാങ്ങിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ തന്നെ SFIയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിരുന്നു. ഞാനപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഏത് പ്രവർത്തകനാണെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് മേലങ്കി ചാർത്തി അവർക്കൊരു സംരക്ഷണം ഒരുക്കേണ്ട ഒരു സംവിധാനമല്ല ഇതെന്ന്. എന്നാൽ ഈ 90 ഗ്രാമിനെയും 2 കിലോ കഞ്ചാവിനെയും സമീകരിക്കുന്ന, എന്നാൽ സമീകരിക്കുക പോയിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം എടുത്ത് കോട്ട് ചെയ്യണം, ഈ സമയം വരെയായി ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇതിനെ തുലനം ചെയ്യാനാണ്, അല്ല എങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം SFI ആണ് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും ശ്രദ്ധിച്ചിട്ടുള്ളത്, അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു, എല്ലാത്തിനും കാരണം SFI ആണ്. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, KSU പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയ 2 കിലോ, അതിനെക്കുറിച്ച് നിങ്ങൾ KSUക്കാരോട് ചോദിച്ചാൽ മതി. എല്ലാത്തിനും കാരണം SFI ആണ്. പക്ഷേ KSUക്കാരുമായി ബന്ധപ്പെട്ട എന്താ അഭിപ്രായം പറഞ്ഞാൽ അത് നിങ്ങൾ KSUക്കാരോട് ചോദിക്കണം. ഇതേ അഭിപ്രായമാണ് KSU സംസ്ഥാന പ്രസിഡന്റും പറയുന്നത്. ആരുടെ കയ്യിലും പിടിക്കട്ടെ, പിടിക്കപ്പെട്ടത് ആരുടെ കയ്യിൽ നിന്നല്ല, പിടിക്കപ്പെട്ടത് KSUവിൻ്റെ നേതാവായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 2 കിലോ, SFIയുടെ പ്രവർത്തകൻ ആയിട്ടുള്ള ആളുടെ റൂമിൽ നിന്ന് 90 ഗ്രാം. ഉത്തരവാദിത്തത്തോടു കൂടി നമ്മളിതിന് കാണണമല്ലോ. അപ്പോൾ ആ നിലയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്, ഈ ആപത്കരമായിട്ടുള്ള അവസ്ഥയിലും കേരളത്തിലെ ലഹരി മാഫിയ സംഘത്തെ നേരിടേണ്ട, അതിനെ മറികടക്കാൻ ആവശ്യകരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തേണ്ട സന്ദർഭത്തിലും രാഷ്ട്രീയപരമായി SFIക്കെതിരെ ഒരു ആയുധം കിട്ടുന്നല്ലോ എന്ന് മനസ്സിലാക്കി അതിനെ ഒരു കുതന്ത്രപരമായി ഉപയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡൻ്റെയും ഒക്കെ ഈ നിലവാര താഴ്ചയെ ഞങ്ങൾ വീണ്ടും എടുത്തു വിമർശിക്കുകയാണ്. ഞങ്ങൾക്കിതിൽ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിൽ എവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഏതറ്റം വരെയും പോകാൻ SFI തയ്യാറാണ്. SFIയിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കുള്ള സംഘടനയല്ല SFI. ഞങ്ങൾ ധീരോത്തമായ നിലപാട് ഇതിൽ സ്വീകരിക്കുകയാണ്. SFIയുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥി തന്നെ പറഞ്ഞു ഏത് വൈദ്യപരിശോധനയ്ക്കും തയ്യാറാണ്, അത് അദ്ദേഹം നിലപാട് പറഞ്ഞു. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്നൊരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്, പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്കൊന്നും ഞങ്ങളത് കടക്കുന്നില്ല. പക്ഷേ അതിൽ വന്നിട്ടുള്ള ജാഗ്രത കുറവിനെ അതുപോലെ കാണുന്നു. അറിവുണ്ടെങ്കിലും ക്യാമ്പസിൽ ഇതുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകരുടെ അറിവിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടണം. ഇതൊരു സമൂഹത്തെ, ഒരു സമൂഹ ഘടനയെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ ആ നിലയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് SFI കാണുന്നത്. അത് തീർച്ചയായും അതിലേക്ക് ഞങ്ങൾ കിടക്കും, അതിന് ആ നിലയിൽ തന്നെ കാണും. എന്താണ് അതിലൊരു ജാഗ്രത കുറവുണ്ടല്ലോ, ഇത് വന്നിട്ടുണ്ട്, അതിൽ പെടുത്തിയതാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാഗ് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. അതിനെ തുടർന്നായിരിക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുക, അതിലൊന്നും വേറെ സംശയമില്ല. പക്ഷേ ഞങ്ങളിപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളോടുള്ള ഞങ്ങളുടെ വിമർശനം, രാവിലെ ഈ 90 ഗ്രാമിനെ ഉടനെ നിങ്ങൾക്ക് SFI പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമീകരിച്ച് SFI പ്രവർത്തകൻ അറസ്റ്റിലായി എന്ന് പറഞ്ഞപ്പോഴും 2 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സ്ഥിതിയുമില്ല. എന്നാൽ അയാൾ പിന്നീട് മാധ്യമങ്ങളെ കാണുന്ന സ്ഥിതി ഉണ്ടായി. അയാൾ മാധ്യമങ്ങളെ കാണുന്നത് വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വാക്കുകളോടെയായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഓടിയതായിരുന്നു, ഭക്ഷണം കഴിക്കാൻ ഓടിയെടുത്തുനിന്ന് ഞങ്ങൾ തിരികെ വരുന്നു. ഈ അനന്തു എന്ന് പറഞ്ഞ ആളെയൊക്കെ, ഈ ആകാശ് എന്ന് പറഞ്ഞ ആളെയൊക്കെ ഞങ്ങൾ കാണുമ്പോൾ അയാൾക്ക് യാതൊരു ബന്ധവും ഇതുമായില്ല. അയാൾ ഒരിക്കലും എൻ്റെ പേര് പറയില്ല, കാരണം ഞങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല, ഞങ്ങൾ ഇതിനൊക്കെ എതിരെ പ്രവർത്തിച്ചതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്, SFI പറഞ്ഞല്ലോ നിങ്ങൾക്കതിൽ ബന്ധമുണ്ട്. അപ്പോൾ അവർ ഉടനെ തരുന്ന മറുപടിയും നിങ്ങൾ കാണണം. SFIക്കെതിരെ നിലപാട് പറയുകയല്ല ചെയ്തത്, SFI ആണ് ഇതിന് കാരണക്കാരെന്ന് പറയുകയല്ല ചെയ്തത്. എന്താ ചെയ്തത്? അതൊക്കെ രാഷ്ട്രീയമായി പറയുന്നതാണെന്നേ. വളരെ ലാഘവത്തോടു കൂടി അവരതിനെ തള്ളിക്കളയായിരുന്നു ചെയ്തത്. വളരെ നിഷ്കളങ്കമായി അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നല്ല
അഭിനയമായി അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഞങ്ങളതിനെ ഒരു കക്ഷി രാഷ്ട്രീയ മേലങ്കി ചാർത്തുന്ന നിലയിലേക്ക് ഞങ്ങൾ ആദ്യഘട്ടത്തിലേ പോകുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ഇതിൻ്റെ വക്താക്കളാവാൻ ഞങ്ങൾ എവിടെയുമില്ല. ആ ഒരു വക്താക്കളുടെ പരിവേഷം മാധ്യമങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ തലയിൽ വെച്ച് കെട്ടരുത് എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കേണ്ട ഈ ഒരു പക്വത അതൊന്ന് ഉയർത്തി കാണിക്കാൻ അവർ തയ്യാറാവണം. വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് അവർക്ക് വിമർശനമുണ്ടെങ്കിൽ തുറന്ന വിമർശനമാകാം. പക്ഷേ അതൊരു ഏകപക്ഷീയ നിലപാട് എന്തൊക്കെ പറഞ്ഞാലും SFI ആണ് കാരണക്കാർ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക. തിരിച്ചൊരു ചോദ്യത്തിന് പോലും ഒരിട എഴുതു കൊടുക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് നൽകുന്നില്ല. അതൊക്കെ നിങ്ങൾ കേസുകാരോട് ചോദിക്കൂ. ആ നില അവസാനിപ്പിക്കണം. ഉത്തരം പറയാനുണ്ടെങ്കിൽ പറയണം. അലോഷ്യസ് സേവ്യറിന് ഉൾപ്പെടെയുള്ള ഇപ്പോൾ അലോഷ്യസ് സേവ്യർ ഇപ്പോൾ ചില നേതാക്കന്മാർക്ക് അത് നടപടിയെടുക്കാൻ പോകുന്നുണ്ടല്ലോ ഈ മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. ആ മാർച്ചിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പങ്ക് ഇതും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ മുൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ കഞ്ചാവുമായി പിടിക്കപ്പെട്ടതൊക്കെ കൂട്ടി വായിക്കുന്ന നില ഉണ്ടാവണം. ആ കൂട്ടി വായിക്കുന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഈ പിടിക്കപ്പെട്ട 2 കിലോ കഞ്ചാവ് എവിടെ വന്നു, ആർക്ക് കൊടുക്കാനാണ്, സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായി ഈ കാര്യങ്ങൾ തെളിവായി വരണം. അതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, നിരപരാധിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ അയാളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന, അയാളുടെ പഠനം പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറരുത്. ആ തരത്തിലേക്ക് ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നില്ല. മാധ്യമങ്ങൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഒരു വിദ്യാർത്ഥിയും ഒരു തലമുറയുടെയും കൂടി പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇടപെടണമെന്ന അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്.